നമസ്കാരം. അപ്പോൾ നമ്മളിന്നുള്ളത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്കുകളുടെ ഒരു പ്ലാന്റേഷൻ സ്ഥലത്താണ്. നമ്മുടെ നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള ഈ പ്ലാന്റേഷൻ എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കാഴ്ചയിൽ കാണിക്കുന്നത് നമ്മുടെ സുബീഷേട്ടനാണ്, ക്യാമറയ്ക്ക് ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുബീഷേട്ടനാണ് എന്തോ യാത്രകളും എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. മനുഷ്യർ നട്ടുപിടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു തേക്കും തോട്ടമാണ് ഈ കനോലി പ്ലോട്ട് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെയാണ്. ഞാൻ ബൈക്കായിട്ടാണ് വന്നത്. ബൈക്കിന് 10 രൂപയാണ് ഫീസ് വന്നിട്ടുള്ളത്. പിന്നെയുള്ള ഇത് എൻട്രൻസ് ഫീസും അതുപോലെ തന്നെ ഞാനിവിടെ ക്ലോക്ക് റൂമിൽ എൻ്റെ 2 ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബില്ലാണ് 185 രൂപയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 2 പേർക്ക് 160 രൂപയാണ് വരുന്നത്. ഇതുപോലത്തെ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് കാണുന്ന ബോർഡാണ് ഇത്. ഇതെല്ലാവരും ജസ്റ്റ് കാണാമെന്നല്ലാതെ കാര്യമായിട്ട് നോക്കാറില്ല. നമ്മളത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്കല്ല, നമ്മളെ വരുന്ന തലമുറയ്ക്കും കൂടി ഉപകാരപ്പെടണം, കാണണം, ആസ്വദിക്കണം. അപ്പോൾ അതിന് ഇന്ന് തന്നെ നമുക്ക് അവർക്കൊരു മാതൃകയായി മാറണം. ഇതുപോലത്തെ സ്ഥലത്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ നിൽക്കരുത്. അത് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ചെയ്യാതിരുന്നാലേ അവരും ചെയ്യാതിരിക്കുള്ളൂ. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ വളരെ സമാധാനമായിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ്. ചുറ്റും മരങ്ങളാണ്. മഴയ്ക്ക് ശേഷം വന്ന പുതിയ തളിരിലകളൊക്കെ വെച്ചിട്ട് നല്ല പച്ചപ്പോട് പോയിട്ട് ഉള്ളതാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ മരങ്ങളൊന്നും വെറുതെ മുറിച്ച് നശിപ്പിക്കുന്നില്ല. കൂടാതെ ഇവിടെ പുതിയ മരങ്ങളാണ് തോന്നുന്നുണ്ട്. കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മരങ്ങളായിരിക്കാം. നമ്മളിപ്പോൾ നടന്നിട്ട് ഏകദേശം നടുക്കെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് എന്നാണ് സുബീഷേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചീടിൻ്റെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് ചെറിയ വെയിലൊക്കെ ഉള്ളൂ, വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ സുബീഷേട്ടൻ എന്താ പറയുക? പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം മെയിൻ റോഡിന് ഏകദേശം 100-200-300 മീറ്റർ വേണം ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം കനോലി പ്ലോട്ടിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസിലേക്ക് എത്താൻ. അവിടെ ആദ്യം ഇത്രയും കാലത്തോളം അവിടെ ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിലൊരു പാലൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ പാലൊക്കെ കംപ്ലീറ്റ് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് എന്താ പറയുക ജങ്കാറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നത്. നല്ല രീതിയിലൊരു കാഴ്ചകൾ നമുക്ക് അവിടെ പോയി. ഇപ്പോൾ പാലം പൊളിഞ്ഞു പോയാലും പുതുതായിട്ട് തുടങ്ങിയത് ജങ്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ജങ്കാർ എക്സ്പീരിയൻസ് അതിന് മുന്നേ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിട്ട് നോക്കാം. പൊളിഞ്ഞ പാലത്തിൻ്റെ ഇപ്പോൾ കാണാം, അല്ല അവശിഷ്ടങ്ങളെല്ലാം കാണാനുണ്ടാവും, അറിയോ? അപ്പോൾ അത് നമുക്ക് പറ്റി കാണാം. ഉണ്ടാവാൻ പറ്റിക്കഴിഞ്ഞാൽ അതും കൂടി കണ്ടുവരാം. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഇതൊക്കെ അവരുടെ പണ്ടത്തെ ഓഫീസൊക്കെ ആവാനാണ് ചാൻസ്, അല്ലേ കേട്ടോ? ഒരുപാട് വർഷം മുമ്പേ ഫസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ അകത്തേക്ക് നിറയണം. അപ്പോൾ നല്ല പഴക്കം ചേർന്ന വീടാണ്. വീട് എന്തോ ഒരു ഓഫീസാണ് തോന്നുന്നു. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ ഉണ്ടോ, എന്തോ വള്ളികളൊക്കെ കംപ്ലീറ്റ് തൂങ്ങി കിടക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്, ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ആംബിയൻസ് ആണ്. ഇവിടെ പുള്ളിയൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് വർഷമായി ഇങ്ങനെ കിടക്കുന്നത് തോന്നുന്നുണ്ടല്ലേ. ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസ്, പ്രത്യേക തരത്തിലുള്ള ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരുപാട് തവണ, ഒരു 2-3 തവണ ഇവിടെ വന്നിട്ട് പോസ്റ്റ് വെഡ്ഡിങ്ങും അതുപോലെ തന്നെ ഈ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഈ ഏരിയ കംപ്ലീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും വെഡ്ഡിങ് അല്ല, പോസ്റ്റ് വെഡ്ഡിങ്ങും അതുപോലെ തന്നെ സേവ് ഡേറ്റും ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. അത് റിസൾട്ട് വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സുബീഷേട്ടൻ എന്ന് പറഞ്ഞത് ഒരു പ്രൊഫഷണലായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഓൾ കേരള അല്ല, എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ ആളാണ് പുള്ളി. തായ്ലാൻഡിലൊക്കെ പോയിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഏകദേശം മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് 100 മീറ്ററോളം നമുക്ക് ഉള്ളിൽ വന്നു. അപ്പോൾ ഉള്ളിൽ വന്നപ്പോഴാണ് ഈ കനോലി പ്ലോട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ മെയിൻ എൻട്രൻസ് കാണുന്നത്. ഇവിടെ നിന്നാണ് ജങ്കാർ, അല്ല ഏട്ടാ? ഇതിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ലോകത്ത് നിന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന തോട്ടം എന്ന് പറഞ്ഞാൽ 1846 ഇത് പ്ലാന്റ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അപ്പം ജങ്കാർ എവിടെയൊന്നും അറിയില്ല, പോയി നോക്കാം എവിടെയുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ഗേറ്റ് കണ്ട് പോവാം. ഹലോ, ഇത് പണ്ടത്തെ കടത്താണെന്നാണ് തോന്നുന്നത്. പണ്ട് ഇതിലൊക്കെ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. അവിടെ കംപ്ലീറ്റ്ലി അവിടെ ലോക്കായിട്ടുണ്ട്. ഈ റോഡിനാണ്. ഓക്കെ. ഇതാണ് പണ്ടുണ്ടായിരുന്ന ബ്രിഡ്ജ്. സംഭവം ഫുള്ള് പൊളിഞ്ഞു പോയി. ഇപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളാണല്ലോ, ഫുള്ള് ലോക്കാണ് കേട്ടോ, പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ മാത്രമാണ് ഈ ഒരു തൂക്കുപാലം പോയിട്ടുള്ളത്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. നമ്മൾ ഫോട്ടോ സെക്ഷൻ അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഔട്ട്ഡോറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. കാരണം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ആംബിയൻസ് ഉള്ള ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. കംപ്ലീറ്റ് എല്ലാം മൊത്തമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞ പ്രളയത്തിൽ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഏരിയ ഈ തൂക്കുപാലം ഉണ്ടായിരുന്ന സമയത്ത് അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൂക്കുപാലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ വഴി, ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇതിന് ശേഷം ഇവിടെ വരുന്നത്. ഒരു പുതിയ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ വഴി നേരെ പോയിട്ട് ജങ്കാറിലേക്കാണ്. ഇപ്പോൾ ജങ്കാർ കയറിയിട്ട് വേണം നമുക്ക് അക്കരയ്ക്ക് പോകാൻ. അക്കരയാണ് ശരിക്കും ഈ പഴക്കം ചേർന്ന തേക്ക് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അക്കരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കത്തില്ല. നമുക്ക് പോവാനുള്ള ജങ്കാർ ഇപ്പോൾ അക്കരയിലാണ് കിടക്കണേ. അവരെ വിളിച്ചാൽ വരുമോ അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തായാലും. സുബീഷേട്ടൻ എന്തായാലും അടിയിലേക്ക് ഇറങ്ങിയിട്ട് ചേച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും കൊണ്ടൊന്ന് ഉപേക്ഷിക്കരുതെന്ന്. അപ്പോൾ ഈ കാണുന്ന കുപ്പികളെല്ലാം ഇവിടുത്തെ ജീവനക്കാർ പറക്കി വെച്ചാണ് ഇവിടെ വന്ന് സന്ദർശിച്ച ആൾക്കാർ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ചെയ്യരുത്. ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഇതെവിടെ ഉപയോഗിക്കേണ്ട സ്ഥലം വെച്ചാൽ അവിടെ തന്നെ കൊണ്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ജങ്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിന് മോട്ടർ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ 2 ജീവനക്കാരുണ്ട്. അവർ കയറ് കെട്ടിയ കയറ് വലിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ജങ്കാറിനെ കുറിച്ചും അതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ കിടക്കുന്ന ഈ പാലം, പഴയ തൂക്കുപാലത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ എന്തിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആ വീഡിയോ കണ്ടാൽ കാട്ടും. നമ്മൾ എൻട്രൻസിൽ നിന്ന് എടുത്ത ടിക്കറ്റിൽ ജങ്കാറിൻ്റെ ഫീസൊക്കെ ഇൻക്ലൂഡാണ്. അപ്പോൾ ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചേട്ടന്മാർ ടിക്കറ്റൊക്കെ പരിശോധിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. 2 ജീവനക്കാരാണ് ഈ ജങ്കാർ ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ജങ്കാറല്ല, മാൻ പവർ ഉപയോഗിച്ചാണ്. അതായത് 2 ചേട്ടന്മാരും കയറ് കെട്ടിയിട്ട് ആ കയറ് വലിച്ചിട്ടാണ് ജങ്കാർ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്കും അക്കരയിൽ നിന്ന് ഇക്കരയ്ക്കും കൊണ്ടുവരുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ജങ്കാറിൻ്റെ ദിശ മാറാതിരിക്കാനും ഒഴുകി പോവാതിരിക്കാനും വേണ്ടിയിട്ട് ജങ്കാറിൻ്റെ 2 സൈഡിലും ഇരുമ്പിൻ്റെ കമ്പിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനല്ലാതെ വേറൊരു ലൈനിലേക്കും അല്ലെങ്കിൽ ഒഴുകി പോവുകയൊന്നും ചെയ്യില്ല ജങ്കാർ. അത് സേഫ്റ്റിക്കുള്ളതാണ്. പിന്നെ ഒരു കയറ് സെൻറ്ററിലൂടെ കെട്ടിയിട്ടുണ്ട് കപ്പിയൊക്കെ ഉപയോഗിച്ചിട്ട്. ആ കയറ് പിടിച്ച് വലിച്ചിട്ടാണ് ഈ ബോട്ട് അക്കരയ്ക്ക് എത്തിക്കുന്നത്. (1841, 1855) കാലഘട്ടത്തിൽ മലബാറിലെ കളക്ടറായിരുന്നു HB കനോലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചാത്തു മേനോൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ 1500 ഹെക്ടർ തേക്ക് തോട്ടം വെച്ച് പിടിപ്പിക്കുന്നത്. പണ്ട് കപ്പലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു മരമായിരുന്നു തേക്ക് എന്ന് പറയുന്നത്. കാരണം തേക്ക് പെട്ടെന്ന് കേട് വരില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഏറ്റവും അധികം ആവശ്യമുള്ള മരമായ തേക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് അവർ തേക്ക് തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മളിപ്പോൾ ജങ്കാറിന് ഇറങ്ങി. ജങ്കാർ ഇപ്പോൾ 12 മണിക്കൂടെ എത്തിയിട്ടുണ്ട്. 12:20
അടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കരയ്ക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് 1:30-ക്കാണ്. അപ്പോൾ നമുക്ക് കയ്യിലാകെ ടൈം 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാവുന്ന സ്ഥലങ്ങളേ ഉള്ളൂ കേട്ടോ അവിടെ. കുറഞ്ഞ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രായം ചേർന്ന തേക്ക്, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തീർത്തിട്ട് വേഗം വിടാം. ഇവിടെ കയറി ചെല്ലുമ്പോഴത്തേന് ഒരുപാട് തേക്ക് മരങ്ങൾ കാണാം കേട്ടോ. ഇവിടെ മൊത്തത്തിലൊരു ഉൾക്കാട്ടിലൊക്കെ ചെന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കാണുമ്പോൾ. ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളിൽ 90% ഇപ്പോഴും തേക്ക് തന്നെയുള്ളത്. നിലമ്പൂർ തേക്കിനെ കുറച്ച് പ്രത്യേകത, അതായത് നമ്മുടെ റോൾസ് റോയ്സ് കാറിലൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യലെന്ന് കേട്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ളതാണോ അറിഞ്ഞുകൂടാ, ഒരുപാട് കേട്ടിട്ടുണ്ട്. പല ബ്ലോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നത് ഇവിടുത്തെ നിലമ്പൂർ തേക്ക് യൂസ് ചെയ്തിട്ടാണ്. അത് ഞാനും കേട്ടിട്ടുണ്ട് മുന്നേ. മിക്കവാറും സത്യം തന്നെ ആവാനാണ് ചാൻസ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള തേക്കുകൾ, നല്ല ക്വാളിറ്റിയുള്ള തേക്കുകളൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള തേക്ക്. കാരണം വനം വകുപ്പിൻ്റെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബോർഡ് കണ്ട പോലെ തന്നെ വനം വകുപ്പിൻ്റെ രീതിയിൽ ഇവിടുന്ന് സെല്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, തേക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ലേലം ചെയ്തിട്ട് തേക്കുകളൊക്കെ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. തേക്കുമരത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയ തേക്കുമരം ഇവിടെ നിൽക്കുന്ന തേക്കാണ്. വണ്ണത്തിൽ ഈ തേക്ക് 3ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ തേക്കാണ് ഇതെന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ട്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ട്രീ നമ്പർ 23 എഴുതിയിട്ടുണ്ട്. അതിനും തൊട്ട് മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് 423 സെൻറ്റിമീറ്ററാണ്. 2012 എടുത്താണ്. ഇതിൻ്റെ വണ്ണാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്താണ് അറിയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടി അതൊരു അറിവായിരിക്കും. അത്യാവശ്യം വലിയൊരു തേക്കാണ്. അവിടെ നിന്ന് ഒന്ന് പിടിച്ചെന്ന് ഇത്ര അതിൻ്റെ വലിപ്പം പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു 3-4 ആളുകൾ പിടിച്ചാൽ മാത്രമേ എത്തുള്ളൂ. കാരണം അത്രയും വലിപ്പം വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള വലിപ്പം വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ആണിടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ചുറ്റും സ്പ്രിങ് പോലുള്ള ഒരു കമ്പി ഉപയോഗിച്ചതാണ്. അതായത് ഈ മരം വണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് ആ സ്പ്രിങ് പോലുള്ള കമ്പിയും നീളം കൂടും. അതുകൊണ്ട് തന്നെ തേക്കിന് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല. അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വേറെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. കാഞ്ഞിരം, അപ്പോൾ എല്ലാ മരത്തിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അത് ശാസ്ത്രീയനാമം, അതുപോലെ തന്നെ ഏതാണോ വുഡ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാഞ്ഞിരം, അതിന് ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് മരങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മരങ്ങൾ തന്നെ ഒരുപാട് മരങ്ങളുണ്ട്. തേക്കുകൾ തന്നെയാണ് കൂടുതലും വരുന്നത്. കംപ്ലീറ്റ്ലി തേക്കുകൾ തന്നെയാണ്. ഒരു നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അല്ലേ? ഒരു ആംബിയൻസ് വെച്ചാൽ വളരെ ശാന്തമായിട്ട് ഒരു സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടെ ഇരുന്നിരിക്കാൻ പറ്റും. കിളികളുടെയൊക്കെ ശബ്ദങ്ങൾ അടക്കി വരുന്നുണ്ടോ, വളരെ സ്യൂട്ടായിട്ടുള്ള, മൊത്തത്തിൽ കുറച്ചിടം നല്ല മനസ്സമാധാനത്തോട് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ശരിക്കും ഇങ്ങനെ വന്നിരിക്കുക, അന്ന് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ. ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാം തേക്ക് തന്നെയാണ്. കംപ്ലീറ്റ്ലി ഒരു 90% ഇവിടെ തേക്കുകൾ തന്നെയാണ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് വേറെ മരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ് മരം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതും എല്ലാം വരുന്നത് 2012 കണക്ക് പ്രകാരമാണ്. അതിനുശേഷം പിന്നെ എടുത്തിട്ടില്ല. ഏകദേശം 10 വർഷത്തോളമായി, 2021 10 വർഷത്തോളമായി. ഈ മരം കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ മരങ്ങളാണ്. പക്ഷേ അവിടെ പോയി ഒരാൾ നിൽക്കുന്ന സമയത്താണ് ശരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു എത്രത്തോളം വലുപ്പം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു ഒന്നൊന്നല്ല, ഒരു 10 പേർക്കെങ്കിലും നമുക്ക് വളരെ ലാവിഷായിട്ട് നിൽക്കാൻ പറ്റുന്ന മരങ്ങളാണ്. നല്ല ചീനിയാണ് മരം വരുന്നത്. ഇതിനോട് അടുത്ത് വരുമ്പോൾ വളരെ കൂളുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പുണ്ട് ഇതിന് അടുത്തേക്ക് വന്നപ്പോൾ. പുറത്തുള്ളതിനായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് വളരെയധികം കുറവുണ്ട് ഇതിന്. മരം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഇതിന് വേണ്ടി കണ്ടിട്ടില്ല കേട്ടോ. ഇടം കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ മോൾ ഭാഗം കാണുന്നില്ല, അത്രയും ഹൈറ്റ് വരുന്നുണ്ട് മരങ്ങളൊക്കെ.
അപ്പോൾ സമയത്തിൻ്റെ ചെറിയൊരു പരിമിതി മുതൽ ഞങ്ങൾ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ മുഴുവൻ കാഴ്ചകളും കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനും ത്രില്ലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ പിടിച്ചിട്ട് നമ്മളെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് തന്നും സുബീഷ് ചേട്ടനാണ്. അപ്പോൾ സുബീഷ് ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ് ഈ അവസരത്തിൽ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ശ്യാംലാൽ, സൈനിങ് ഓഫ് ഫ്രം TraveloTech.